ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 12 വയസ്സുള്ളൊരു മോൾക്കുള്ള യൂണിഫോം ടോപ്പാണ് തയ്ക്കുന്നത്. യൂണിഫോമിൻ്റെ ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിതാ തുണി 4ആയി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കറക്റ്റ് 2 മീറ്റർ തുണിയുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്താണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് 38.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാ 37 ഇഞ്ച് ഇവിടെയാണ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെയാണ്. ഇനി നെക്കിൻ്റെ അളവാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് വിഡ്ത്തും കൊടുക്കുകയാണ്. ഇനി മുകളിൽ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി ഇതൊരു ബോക്സാക്കി വരക്കണം. ഇനി അടുത്തതായിട്ട് ഞാൻ കൊടുക്കുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഉണ്ടാവുക 3 ഇഞ്ചായിരിക്കും കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി ഷോൾഡർ തയ്ക്കുമ്പോൾ പോകും. ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും വിഡ്ത്ത് ഒരേ അളവാണ് കേട്ടോ. ഇനി ഇതൊരു റൗണ്ട് ഷേപ്പാക്കി വരക്കാം. ഇനി ഷോൾഡർ ഇതാ നെക്കിൻ്റെ ഇവിടെ നിന്നും ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇവിടേക്ക് 5 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പിന് വേണ്ടി 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ്. അപ്പോൾ 5.5 ഇഞ്ചിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 5.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഷോൾഡറിൽ നമുക്ക് എത്രയാണോ കിട്ടിയത് അതേ അളവ് തന്നെയാണ് കൈക്കുഴിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതാ 5.5 ഇഞ്ച് കൊടുക്കുകയാണ്. ഇനി ഇതാ കൈക്കുഴിയുടെ നേരെ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒരു 5.5 ഇഞ്ച് കൊടുക്കണം. ഈ 5.5 ഇഞ്ചിൽ നിന്നും ഷോൾഡറിൻ്റെ 5.5 ഇഞ്ച് വരച്ചില്ലേ, അവിടേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി കൊടുക്കേണ്ട ചെസ്റ്റ് വണ്ണമാണ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ഇവിടെ 32 ഇഞ്ചാണ്. അപ്പോൾ 32 ഇഞ്ചിൻ്റെ 4 പറയുമ്പോൾ 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിലേക്ക് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 9.5 ഇഞ്ചിൽ കൊടുക്കുക കേട്ടോ. ഇതാണ് 8 ഇഞ്ച്. ഇനി 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുകയാണ്. ഇനി ചുരിദാർ ടോപ്പിന് ഷേപ്പുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഞാനിതാ എൻ്റെ ഇറക്കം എടുക്കുന്നത് 12.5 ഇഞ്ചാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളായത് കൊണ്ടാണ് 12.5 ഇഞ്ച്, വലിയവർക്കാണെങ്കിൽ 13.5 ഇഞ്ച് വേണം. ഇനി ഷേപ്പിൻ്റെ വണ്ണം കണക്കാക്കാൻ ഞാനിവിടെ മുകളിൽ തയ്യൽ തുമ്പ് അടക്കം 9.5 ഇഞ്ചാണല്ലോ കൊടുത്തത്. അപ്പോൾ താഴെ ഷേപ്പിൻ്റെ വണ്ണം 9.5 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് 8.5 ഇഞ്ച് കൊടുക്കുകയാണ്. തയ്യൽ തുമ്പ് അടക്കമാണ് 8.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചാണ് കറക്റ്റ് വണ്ണം അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. അപ്പോൾ ഷേപ്പിൻ്റെ വണ്ണം കണക്കാക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മാത്രമല്ല കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഷേപ്പ് കിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ റൗണ്ട് ടേപ്പ് വെച്ചിട്ട് അവിടുത്തെ അളവ് എടുക്കുക. അങ്ങനെ അളന്നിട്ട് നമുക്ക് ഷേപ്പിൻ്റെ അളവ് തുണി കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ എങ്ങനെ അളന്നാലും ലാസ്റ്റ് കിട്ടുന്ന അളവ് വണ്ണത്തിൽ നിന്നും 1 ഇഞ്ച് കുറഞ്ഞിട്ടാണ് നമുക്ക് ഷേപ്പിൻ്റെ വണ്ണം കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നതാണ് ശരിയായ അളവ്. ഇതാണ് തയ്യൽ തുമ്പ്. അപ്പോൾ യൂണിഫോം ടോപ്പിന് സ്ലിറ്റ് വേണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ വരച്ചുകൊണ്ട് താഴേക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ താഴെ നല്ല ഫ്ലെയർ കിട്ടുകയും ചെയ്യും. ഇനി ഇതാ ഈ ഭാഗത്ത് നിന്നും 37 ഇഞ്ച് ലെങ്ത്ത് അളന്നെടുക്കുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. നേരത്തെ ഇതാ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് 37 ഇഞ്ച് ലെങ്ത്ത് എടുത്തത്. അവിടെ നിന്നും അപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇതാ ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ കൈക്കുഴി വരക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ കൈക്കുഴി വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കൈക്കുഴിയുടെ കോർണർ ഉണ്ടല്ലോ, ഈ കോർണറിൽ നിന്നും ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് ഞാൻ വരച്ചെടുക്കുകയാണ്. ആ 1.5 ഇഞ്ചിനോട് ഇതാ മുകളിൽ നിന്ന് ഇതുപോലെ വരച്ചുകൊണ്ടുവരണം. എന്ന് ചെസ്റ്റ് ഉണ്ടത്തിലേക്ക് മുട്ടിച്ചു കൊടുക്കണം. ആ വരച്ചതിലൂടെ വേണം ഇനി കൈക്കുഴി കട്ട് ചെയ്യാൻ.
അപ്പോൾ നമ്മളിതാ ബോഡിയൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ഇനി നെക്ക് കട്ട് ചെയ്യാനുണ്ട്. നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോൾഡർ ഇതാ ഫോൾഡായി കിടക്കുകയല്ലേ, അത് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഷോൾഡർ ഇതാ സെപ്പറേറ്റ് ആക്കി എടുത്തു. ഇനി നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം നെക്ക് കട്ട് ചെയ്യുന്നത് ബാക്ക് നെക്കാണ് കേട്ടോ. ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് മാത്രമേ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. 2 പീസും ഒരുമിച്ച് വെച്ചിട്ടാണ് ബാക്ക് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതാ അടിയിലത്തെ ഈ പീസ് ബാക്ക് പീസാണ്, ഇത് മാറ്റിയൊക്കെയാണ്. ഞാൻ ഈ ഫ്രണ്ട് പീസിലാണ് ബാക്കിൻ്റെ നെക്കളവും ഫ്രണ്ട് നെക്കിൻ്റെ അളവൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് പീസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് പീസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫ്രണ്ട് പീസിലും റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ റൗണ്ട് നെക്ക് കട്ട് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഞാനിതാ ഈ കോർണർ ഉണ്ടല്ലോ, ഈ കോർണറിൽ നിന്നും ടേപ്പ് വെച്ച് ഇതുപോലെ ഇതാ 1 ഇഞ്ച് അളപ്പെടുത്തുക. എന്നിട്ട് നെക്കിന് ഞാൻ വരച്ചു കൊടുത്തില്ലേ, അതിലൂടെ ഇതുപോലെ ഇതാ വരച്ചുകൊണ്ട് പോവുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ടോപ്പിൽ നിന്ന് ബാക്കി വന്ന തുണി ഞാനിതാ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 9 ഇഞ്ചാണ്. ഇത് തയ്യൽ തുമ്പും കൂട്ടിയുള്ള അളവാണ് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് താഴെ മടക്കിയടിക്കണം. പിന്നെ 1/2 ഇഞ്ച് നമ്മളിവിടെ കൈക്കുഴിൻ്റെ അവിടെ കൂട്ടിയടിക്കുമ്പോൾ 1/2 ഇഞ്ച് പോകും. അപ്പോൾ ലാസ്റ്റ് കിട്ടുന്നത് 7.5 ഇഞ്ചായിരിക്കും നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ ടോപ്പിൽ കൈക്കുഴിക്ക് എടുത്തത് 5.5 ഇഞ്ചാണല്ലോ. അപ്പോൾ 5.5 ഇഞ്ചിൽ നിന്ന് ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 6 ഇഞ്ചിൽ കൊടുക്കുകയാണ്. ഈ 6.5 ഇഞ്ച് നമുക്ക് കിട്ടിയില്ലേ, അവിടെ നിന്നും താഴേക്കൊരു 2.5 ഇഞ്ച് അളപ്പെടുത്തി കൊടുക്കുക. ഇനി ഇതാ ഇവിടെ നിന്നും 2.5 ഇഞ്ചിലേക്ക് ഇതുപോലെ വരച്ചുകൊണ്ട് പോകണം. സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് ഞാൻ കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ കൊടുക്കുകയാണ്. ഈ അളവുകളൊക്കെ നമുക്കിനി വരച്ച് കൊടുക്കാം. ഇതാണ് കറക്റ്റ് അളവ് കേട്ടോ. ബാക്കിയുള്ള തയ്യൽ തുമ്പാണ്. പക്ഷേ ഒരു 12 വയസ്സുള്ള കുട്ടിക്കുള്ള യൂണിഫോമിൻ്റെ ടോപ്പിൻ്റെ കൈക്ക് ഇത്ര വണ്ണം വേണ്ട കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും എടുക്കാൻ കാരണമുണ്ട്. പക്ഷെ നിങ്ങൾ തയ്ക്കുമ്പോൾ കൈൻ്റെ വണ്ണം അളവെടുത്തിട്ട് നോക്കിയിട്ട് തയ്ച്ചാൽ മതി കേട്ടോ. ഇനി സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് ഒരടയാളം കൊടുക്കാം. ഇനി നെക്ക് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ്. ഞാനിവിടെ 4 ലെയർ തുണി ഒരുമിച്ച് വെച്ചിട്ട് ക്രോസായി മടക്കിയിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊണ്ടുപോവാം കേട്ടോ. ഇത് ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ക്രോസ് പീസ് എടുത്തിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് വീതിക്കാണ് കേട്ടോ ക്രോസ് പീസ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നെക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മോശം വശത്തേക്കാണ് പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ടോപ്പിൻ്റെ നല്ല വശമാണ് ആദ്യം എടുക്കേണ്ടത്. ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് 2ആയി സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ടോപ്പിൻ്റെ കഴുത്തിലേക്ക് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ സ്റ്റിച്ച് കാണുന്നില്ലേ, ഈ സ്റ്റിച്ചിന് മേലെ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവാം കേട്ടോ. ക്രോസ് പീസ് കഴുത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും വലിച്ചു പിടിക്കരുത് കേട്ടോ. നമ്മളെങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി കഴുത്തിന് ചുറ്റുമായിട്ട് സ്റ്റിച്ചിൽ തട്ടാതെ ഓരോ കട്ട് കൊടുത്തുകൊണ്ട് പോവാം. കഴുത്തിന് ചുറ്റുമായിട്ട് സ്പേസ് വിട്ടിട്ട് ഓരോ കട്ട് കൊടുത്തിട്ടുണ്ടാണ്.
ഇനി ഇതാ നമ്മൾ ഈ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതാ ഈ ക്രോസ് പീസിനെ അടിയിലേക്ക് പിടിച്ചിട്ട്, ഇതിപ്പോൾ നല്ല ഭാഗമാണ്, ഇതുപോലെ ഇങ്ങനെ അടിയിലേക്ക് പിടിച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഇതാ ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുത്തു. ഇതാണ് ഫ്രണ്ട് നെക്ക്. ഇറക്കം കൂടുതൽ കണ്ടില്ലേ, ഇത് ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് നെക്കും തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ മെത്തേഡിൽ തന്നെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി തയ്ക്കണം. ഷോൾഡർ കൂട്ടി തയ്ച്ച ശേഷം ഞാൻ കാണിച്ചു തരാം. രണ്ട് ഷോൾഡറും കൂട്ടിയടിച്ചു കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് വെക്കണം. അപ്പോൾ അതിനു മുമ്പ് സ്ലീവിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, സ്ലീവിൻ്റെ ബോട്ടം ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. മടക്കി തയ്ക്കാൻ ഇതിപ്പോൾ കരഭാഗമായതുകൊണ്ട് ഒരു മടക്കിങ്ങനെ മടക്കി തയ്ച്ചാൽ ഒരു അര ഇഞ്ചോളം ഒരു മടക്കിങ്ങനെ മടക്കി തയ്ച്ചാൽ മതി. ഈ കരഭാഗമല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒന്നുകൂടി ഇങ്ങനെ മടക്കേണ്ടി വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇത് മടക്കി തയ്ച്ചാൽ മതി. അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും ബോട്ടം ഭാഗം ഞാൻ തയ്ച്ചെടുത്തു. ഇനി ടോപ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ടോപ്പിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെക്കുക. സ്ലീവ് ഇതുപോലെ മടക്കിയിട്ട് കൈക്കൂടി സെൻറ്റർ ഇതാണ്. ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് ടോപ്പിൻ്റെ നല്ല ഭാഗം, സ്ലീവിൻ്റെ നല്ല ഭാഗം, ഷോൾഡർ കൂട്ടി തയ്ച്ച് ഈ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് തുടങ്ങേണ്ടത്. ഇങ്ങേറ്റം അടിച്ചു കൊടുക്കുക. പിന്നെ ടോപ്പ് തിരിച്ചിട്ടിട്ട് ഈ സെൻറ്ററിൽ നിന്നും മറ്റു ഭാഗത്തേക്കും അടിച്ചു കൊടുക്കുക. രണ്ട് സ്ലീവും ടോപ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് നമുക്ക് ടോപ്പ് കൂട്ടിയടിക്കണം. കൈൻ്റെ വണ്ണം നേരത്തെ കൊടുത്തത് 5.5 ഇഞ്ചാണ്. അപ്പോൾ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ബോഡിയില്ല 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിരുന്നല്ലോ, ആ എക്സ്ട്രാ ഇതുപോലെ കൊടുത്തു. ഒന്നര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് കറക്റ്റോടെ വരച്ചോണ്ട് പോകാം. ഇതാ 1.5 ഇഞ്ച് തായം വരെ ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവാം. ബോഡിയുടെ രണ്ട് ഭാഗവും ഞാൻ കൂട്ടിയടിച്ചു കേട്ടോ. എന്നിട്ട് താഴെ ഇതാ 1.5 ഇഞ്ച് വീതി മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നൊരു കാര്യം, നമ്മൾ യൂണിഫോം ടോപ്പ് അല്ലാതെ സാധാരണ ചുരിദാർ തയ്ച്ചെടുക്കുമ്പോൾ താഴത്തെ ഈ ഒരു അളവും കൂടി എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഈ ഒരളവ് ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മൾ കറക്റ്റ് 2 മീറ്റർ തുണിയിൽ നിന്നാണ് യൂണിഫോം ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ കറക്റ്റ് 2 മീറ്റർ തുണിയിൽ നിന്നും താഴെ എത്ര വീതി കിട്ടുന്നു അത്രയും ഫുള്ളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം യൂണിഫോം ടോപ്പിന് സ്ലിറ്റില്ലല്ലോ. സ്ലിറ്റില്ലാത്തത് കൊണ്ട് മക്കൾ നടക്കുമ്പോഴൊക്കെ ചട്ടിച്ചടഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫുൾ പ്ലെയറിൽ എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിവിടെ കിട്ടുന്ന വീതി ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.